ശക്തിവേൽ എന്ന കഥാപാത്രത്തിൽ നായകൻ എന്ന 1987 റിലീസ് ചെയ്ത ചിത്രത്തിൽ കമലഹാസൻ അനശ്വരനാക്കി. വരദരാജ മുതലിയാർ എന്ന പലരും ബഹുമാനിച്ചിരുന്ന ബോംബെയിലെ അധോലോക നായകൻ്റെ ജീവിതകഥയോട് സാമ്യമുള്ളതായിരുന്നു മണിരത്നം സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റായ നായകൻ. 2018 മണിരത്നം എഴുതി സംവിധാനം ചെയ്ത ചക്കശുഗന്ധവാനം എന്ന ക്രൈം ത്രില്ലറും പ്രേക്ഷകരുടെയും ഫിലിം ക്രിറ്റിക്സിൻ്റെയും പ്രശംസ നേടിയ ചിത്രമാണ്. അരവിന്ദ് സ്വാമി, സിലംബരസൻ, അരുൺ വിജയ് സേതുപതി എന്നിവർ മത്സരിച്ച് അഭിനയിച്ച ചക്കശുഗന്ധവാനം ഹോളിവുഡ് ചിത്രങ്ങളോട് കിടപിടിക്കത്തക്ക ചിത്രമായിരുന്നു. തുടർന്ന് മണിരത്നം ഒരുക്കിയ പൊന്നിയിൻ സെൽവൻ 1, പൊന്നിയിൻ സെൽവൻ 2 എന്നീ ചിത്രങ്ങളും ലോകമെങ്ങും ശ്രദ്ധിക്കപ്പെട്ടു. ഇപ്പോൾ മണിരത്നം എഴുതി സംവിധാനം ചെയ്ത തഗ് ലൈഫ് എന്ന ഗാങ്സ്റ്റർ ആക്ഷൻ ചിത്രം തിയേറ്ററുകളിലെത്തി. നായകൻ എന്ന ചിത്രത്തിന് ശേഷം മണിരത്നവും കമലഹാസനും ഒന്നിക്കുന്ന ചിത്രമാണ് തഗ് ലൈഫ്. രംഗരായ ശക്തിവേൽ എന്ന മാഫിയ കിങ്ങായി കമലഹാസനും അമരൻ എന്ന കമലഹാസൻ വളർത്തിയ പുതിയ ഡോണായി സിലംബരസനും അഭിനയിക്കുന്ന ചിത്രം നായകനും ചക്കശുഗന്ധവാനവും കണ്ടവർക്ക് ആ ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച രീതി തഗ് ലൈഫിലും കാണുവാൻ സാധിച്ചേക്കും. ചിത്രത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും മണിരത്നം അതീവ ശ്രദ്ധയോടെയാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ചിത്രത്തെപ്പറ്റി ധാരാളം നെഗറ്റീവ് റിവ്യൂസ് വരുന്നു. കമലഹാസൻ്റെ ആക്ടിങ്ങിൽ ആവർത്തന വിരസത ഉണ്ടോ, അതോ സിലംബരസൻ്റെ കഥാപാത്രത്തിന് കിട്ടിയ മുൻതൂക്കമാണോ ഇതിന് പ്രധാന കാരണം എന്നറിയില്ല. തമിഴ്, കന്നഡ, ഹിന്ദി, തെലുങ്ക്, മലയാളം ഭാഷാ ചിത്രങ്ങൾ നിരവധി സംവിധാനം ചെയ്ത മണിരത്നത്തിൻ്റെ ചിത്രങ്ങൾ തുടക്കം മുതൽ പൊന്നിയിൻ സെൽവൻ വരെ ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നവയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംവിധാന രീതി മികച്ചതായതുകൊണ്ടാവണം മണിരത്നം ചിത്രങ്ങളിൽ അധികവും വൻ പ്രേക്ഷക ശ്രദ്ധയാകർഷിച്ചതും ഹിറ്റുകളായതും. തഗ് ലൈഫിൽ കമലഹാസൻ മികച്ച അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷേ പല റിവ്യൂസും പറയുന്നത് പോലെ സിലംബരസൻ അതിലും മെച്ചമായി പ്രകടനം കാഴ്ചവെച്ചു എന്ന യാഥാർത്ഥ്യം കമലഹാസൻ്റെ ഇമേജിന് ചിത്രത്തിൽ കുറഞ്ഞു പോകാൻ കാരണമായോ എന്ന് സംശയം. അതുകൊണ്ട് തന്നെയാണോ ഏറെ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരുന്ന ചിത്രമായിട്ടും ഒരു തണുപ്പൻ സ്വീകരണം ചിത്രത്തിന് ലഭിക്കുന്നത്? വൻ ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രത്തിൻ്റെ ചില രംഗങ്ങൾ ഒരു ഫാൻറ്റസി ചിത്രം പോലെ ആയി എന്ന് ചിലർ പറഞ്ഞതിൽ അല്പം കാര്യമുണ്ട് എന്ന് തോന്നുന്നു. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ചിത്രത്തിലെ ചില രംഗങ്ങളെങ്കിലും ഒരു ഫാൻറ്റസി മൂവിയിലേത് പോലെയാണ്. എത്ര ബുള്ളറ്റ് ദേഹത്ത് കയറിയാലും, എത്ര തവണ ദേഹം തുളച്ച് കത്തി കയറിയാലും പിന്നെയും ഫൈറ്റ് ചെയ്യുന്ന നായകന്മാരുടെ കാലം കഴിഞ്ഞില്ലേ? അതോ പാൻ ഇന്ത്യൻ അക്സെപ്റ്റൻസിന് വേണ്ടിയുള്ള ഒരു ട്രിക്കാണോ അത്? പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയത് കുഴപ്പം എന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും മണിരത്നം ടച്ച് വരുമ്പോൾ അത് അത്രയ്ക്ക് തോന്നേണ്ടതല്ല. പക്ഷേ തഗ് ലൈഫിൽ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചില കുഴപ്പങ്ങൾ. അത് പ്രേക്ഷകർ മനസ്സിലാക്കിയതുകൊണ്ടാവണം ചിത്രത്തിന് പ്രതീക്ഷിച്ച പോലെ സ്വീകാര്യത ലഭിക്കാത്തത്. മൊത്തത്തിൽ ചിത്രം ലാഗ് അടിപ്പിക്കുന്നില്ലെങ്കിലും ആദ്യ ആഴ്ച കഴിഞ്ഞ് ചിത്രം തിയേറ്ററുകളിൽ ഉണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ചിത്രത്തിലെ നായികയായ തൃഷയെപ്പറ്റിയും കമലഹാസനും തൃഷയും തമ്മിലുള്ള റൊമാൻറ്റിക് സീനുകളെയും എല്ലാം ചിത്രം റിലീസാകുന്നതിന് മുമ്പ് തന്നെ ധാരാളം ചർച്ചകൾ വന്നിരുന്നു. പക്ഷേ ചിത്രം റിലീസ് ചെയ്തപ്പോഴാകട്ടെ തൃഷയ്ക്ക് കാര്യമായ റോളൊന്നുമില്ല എന്ന് മനസ്സിലായി. അതിലും പ്രാധാന്യം ചെറിയ റോളിലാണെങ്കിലും ഐശ്വര്യലക്ഷ്മിക്ക് ചിത്രത്തിലുണ്ട്. ചിത്രം റിലീസാകുന്നതിന് മുമ്പ് കൊടുത്ത ഹൈപ്പ് ചിത്രം കാണുമ്പോൾ ഇല്ലാത്തതും നെഗറ്റീവ് റിവ്യൂസിന് ഒരു പ്രധാന കാരണമായി. മലയാളികളെ സംബന്ധിച്ച് ജോജു ജോർജിന് ചിത്രത്തിൽ തിരക്കേടില്ലാത്ത ഒരു വേഷം ഉണ്ട് എന്നത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ബാബുരാജും ചെറുതെങ്കിലും ഒരു നല്ല കഥാപാത്രത്തെ ചിത്രത്തിൽ അവതരിപ്പിച്ചു. ഇതൊന്നും കേരളത്തിലെ പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിക്കുന്നില്ല എന്നത് ആണ് മറ്റൊരു യാഥാർത്ഥ്യം.